ഇപ്പോൾ നമ്മൾ പിക്ചറുകളൊക്കെ വരച്ച് ഓരോന്ന് പറഞ്ഞു. ഇനി നമ്മൾക്ക് ഇത് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഒന്നും കൂടെ നോക്കാം. 3D ക്ലോസ് പാക്കിങ് പിക്ചറുകൾ നമ്മൾ വരച്ച് കഴിഞ്ഞതാണ്. ഇത് നമ്മൾ തുടങ്ങിയത് 2D ക്ലോസ് പാക്കിംഗ് എന്നാണ്. 2D ക്ലോസ് പാക്കിങ്ങിൽ നമുക്ക് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഉണ്ട്. അതിൽ നിന്ന് വന്നാൽ 2D സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് നമ്മൾ ഒന്നിന് മുകളിൽ എക്സാക്റ്റ് അതേപോലെ തന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരുന്നത് എ ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഫോം ചെയ്തിരുന്നത് സിമ്പിൾ ക്യൂബിക് ആണ്. അപ്പോൾ സിമ്പിൾ ക്യൂബിക് നമ്മൾ മുമ്പേ കണ്ടതാണ്. സിമ്പിൾ ക്യൂബിക് ഫോം ചെയ്താൽ അതിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒരു യൂണിറ്റ് സെല്ലിൽ വരെ 1 ആണ്. കോർണറിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആളുകൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ 2D സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് 3Dയിലേക്ക് വരുമ്പോൾ എ ടൈപ്പ് അറേഞ്ച്മെൻറ്റിൽ വരുന്നത്. അടുത്തത് നമുക്ക് വന്നത് 2D ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. 2D ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ ഇത് തന്നെ നമുക്ക് 2 അറേഞ്ച്മെൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ആദ്യത്തെ ഒരു ലെയർ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് വെച്ചിട്ട് രണ്ടാമത്തെ ലെയർ വരുന്നത് ആ ഒന്നാമത്തെ ലെയറിൽ ഒരു വോയിഡ് ഉണ്ടായിട്ടുണ്ടാവും. ആ വോയിഡിന് മുകളിലാണ് നമ്മൾ രണ്ടാമത്തെ ലെയർ വെക്കുന്നത്. നമ്മൾ 1ഉം 2ഉം വെച്ചിട്ട് മൂന്നാമത്തേലാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വോയിഡ് ഉണ്ട്. ഒന്നാമത്തെ ലെയറിൻ്റെ വോയിഡിന് മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ ലെയർ വെക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ ഇനി മൂന്നാമത്തെ ലെയർ നമുക്ക് എന്ത് ചെയ്യാം, പല രീതിയിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞിരുന്നു കവർ ടെട്രാഹീഡ്രൽ വോയിഡ് എന്ന്. ടെട്രാഹീഡ്രൽ വോയിഡിനെ കവർ ചെയ്താൽ നമുക്ക് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ലെയർ, അതേപോലെ തന്നെയാണ് ഏത് ലെയർ വരിക, 3rd ലെയർ വരിക. അപ്പോൾ ഒന്നാമത്തെ ലെയർ എ ആണെങ്കിൽ രണ്ടാമത്തേത് ബി ആണെങ്കിൽ മൂന്നാമത്തേത് വീണ്ടും ആരാണ്, എ ആണ്. അപ്പോൾ എ ബി ടൈപ്പ് ആയിരുന്നു നമുക്ക് ടെട്രാഹീഡ്രൽ വോയിഡിനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ വന്നിരുന്ന ക്ലോസ് പാക്കിങ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മളൊരു ക്ലോസ് പാക്കിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന യൂണിറ്റ് സെല്ല് ഹെക്സഗണലാണ്. നമ്മൾ അതിനെ വിളിക്കും ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണെങ്കിൽ ഈ എ ബി ടൈപ്പിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് വരിക. നമ്മൾ എ ടൈപ്പ് അറേഞ്ച്മെൻറ്റിലോ സിമ്പിൾ ക്യൂബിക് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് നമ്മൾ പറഞ്ഞിരുന്നതാണ് വന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ അവിടെ ഓർത്ത് വെക്കാൻ പറഞ്ഞിരുന്നു, അവിടുത്തെ കോർഡിനേഷൻ നമ്പർ വന്നത് 12 ആണെന്ന്. ഇത് നമ്മൾ ഓർത്ത് വെക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് കവർ ഒക്ടാഹീഡ്രൽ വോയിഡ് ആണ്. ഒക്ടാഹീഡ്രൽ വോയിഡിനാണ് നമ്മൾ കവർ ചെയ്തതെങ്കിൽ മൂന്നാമത്തെ ലെയർ വീണ്ടും വ്യത്യസ്തമായ ഒന്നായിട്ടായിരിക്കും വരിക. അപ്പോൾ ഫസ്റ്റ് ലെയർ എ ബി സി ടൈപ്പ് അറേഞ്ച്മെൻ്റ് ആണ് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന സ്ട്രക്ചറിൽ നമ്മൾ വിളിക്കുന്ന പേര് CCP എന്നാണ്, ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. അപ്പോൾ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആണ് ഇതിൻ്റെ എ ബി സി ടൈപ്പിൽ. അപ്പോൾ നോക്കൂ, എ ടൈപ്പിൽ സിമ്പിൾ ക്യൂബിക്, എ ബി ടൈപ്പിൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, ABC ടൈപ്പിൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ഇതിങ്ങനെ വിളിച്ചാലും നമ്മൾ കേട്ടിട്ടുള്ള FCCക്ക് തുല്യമാണത്. അപ്പോൾ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ല് നമ്മൾ മുമ്പ് കണ്ടതാണ്. കോർണറിലും ഉണ്ടാവും, പിന്നെ ഫേസ് സെൻറ്ററിലും ഉണ്ടാവും. അപ്പോൾ FCC ക്യൂബിക് ക്ലോസ് പാക്കിംഗ് കണ്ടാൽ അപ്പം നമ്മളെ മനസ്സിൽ വരുന്നത് FCC എന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
3D ക്ലോസ് പാക്കിംഗ് നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാൻ പറ്റും. ഇനി ടെട്രാഹീഡ്രൽ വോയിഡുകളാണ്, അതേപോലെ തന്നെ ഒക്ടാഹീഡ്രൽ വോയിഡുകളെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് ആദ്യം ടെട്രാഹീഡ്രൽ വോയിഡ് നോക്കാം. ടെട്രാഹീഡ്രൽ വോയിഡിൽ നമ്മൾ പറഞ്ഞിരുന്നു 4 സ്ഫിയറുകളുടെ സെന്ററുകൾ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതായിരുന്നു ടെട്രാഹീഡ്രൽ വോയിഡ്. അപ്പോൾ നമ്മൾ ടെട്രാഹീഡ്രൽ വോയിഡിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആ പിക്ചറുകൾ വരക്കണം, ഇങ്ങനെ ക്ലോസ് പാക്കിംഗ് ചെയ്യുന്ന സമയത്ത് വരുന്നതാണിത് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി ഇതിനെക്കുറിച്ചുള്ള ആദ്യം നമ്മൾ ഓരോ കാര്യങ്ങളും പറയും, എന്നിട്ട് അത് എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോൾ ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഒരു ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം 4 ബോഡി ഡയഗണൽ വരും. ബോഡി ഡയഗണൽ എന്ന് പറഞ്ഞാൽ 2 ഓപ്പോസിറ്റ് കോർണറുകൾ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ 4 ബോഡി ഡയഗണലാണ് ഒരു ക്യൂബിന് വരിക. അങ്ങനെയാണെങ്കിൽ ഓരോ ബോഡി ഡയഗണലിലും 2 ടെട്രാഹീഡ്രൽ വോയിഡുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു ബോഡി ഡയഗണലിൽ വരുന്നത് 2 ടെട്രാഹീഡ്രൽ വോയിഡുകളാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടല് ഒന്നിൽ വരിക 4 × 2 8 ടെട്രാഹീഡ്രൽ വോയിഡ് വരും. ഒരു ക്യൂബിന് വരുന്നത് 4 ബോഡി ഡയഗണലാണ്. ഒരു ബോഡി ഡയഗണലിൽ 2 ടെട്രാഹീഡ്രൽ വോയിഡുകളാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടല് 8 ടെട്രാഹീഡ്രൽ വോയിഡുകൾ ഉണ്ടാവും. നോക്കൂ, നമ്മൾ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് അല്ലെങ്കിൽ FCC, ഈ FCC എടുത്തു കഴിഞ്ഞാൽ കോർണറിൽ ആളുകളുണ്ട്, അതേപോലെ തന്നെ ഫേസ് സെൻറ്ററിലും ആളുകളുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു പിക്ചർ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഒരു യൂണിറ്റ് സെല്ല്, ഞാൻ പറയുന്നത് യൂണിറ്റ് സെല്ലാണ്, ക്രിസ്റ്റൽ ലാറ്റിസ് അല്ല. ഒരു യൂണിറ്റ് സെല്ലിനെ 8 ക്യൂബുകളാക്കുക. 8 ക്യൂബുകളാക്കിയതിൽ ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ യൂണിറ്റ് സെല്ലിൽ കോർണറിലും ഫേസ് സെൻറ്ററിലും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ള ആറ്റംസ് അതിനെ 8 ക്യൂബാക്കിയിൽ ഒരു ക്യൂബ് എടുത്ത് മാറ്റിയാൽ അതിൽ നിങ്ങൾക്ക് വരുന്നത് ഓൾട്ടർനേറ്റ് കോർണറിൽ ഓരോ ആറ്റംസ് ഉണ്ടാവും. അങ്ങനെയാണ് പിക്ചർ വരിക. ഈ പിക്ചർ വളരെ വൃത്തിയായിട്ട് നമ്മൾ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് FCCനെ കുറിച്ചാണ് പറയുന്നത്. ആ FCCയിൽ കോർണറിലും ഫേസ് സെൻറ്ററിലും ആറ്റംസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു യൂണിറ്റ് സെല്ലിന് നമ്മൾ 8 ക്യൂബുകളാക്കിയതിൽ ഒരു ക്യൂബ് എടുത്താൽ ആ ക്യൂബിൻ്റെ ഓൾട്ടർനേറ്റ് കോർണറുകളിലാണ് ആറ്റംസ് ഉണ്ടാവുക. ആ ക്യൂബിൻ്റെ സെൻറ്ററിൽ ഒരു ടെട്രാഹീഡ്രൽ വോയിഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ആ പിക്ചർ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഈ സംഗതി കിട്ടും. അപ്പോൾ നമുക്ക് എവിടെയാണ് ടെട്രാഹീഡ്രൽ വോയിഡുകൾ ഫോം ചെയ്തത്, എന്തുകൊണ്ടാണ് നമുക്കത് 8 ടെട്രാഹീഡ്രൽ വോയിഡ് കിട്ടിയത് എന്ന് മനസ്സിലാവും. വളരെ ഭംഗിയായിട്ട് ഒരു പിക്ചർ നമ്മളെ ടെക്സ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അൾട്ടിമേറ്റ് ആയിട്ട് ആ പിക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ടെട്രാഹീഡ്രൽ വോയിഡ് ഫോം ചെയ്യുന്നത് 4 സ്ഫിയറുകളുടെ സെൻറ്ററുകൾ ജോയിൻ ചെയ്തിട്ടാണ്. ഒരു ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം 4 ബോഡി ഡയഗണലുണ്ട്. ഓരോ ബോഡി ഡയഗണലിലും വരുന്നത് 2 ടെട്രാഹീഡ്രൽ വോയിഡുകൾ സഹിതമാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 8 ടെട്രാഹീഡ്രൽ വോയിഡുകൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ FCCയിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. FCCയെ സംബന്ധിച്ചിടത്തോളം കോർണറിൽ 8 ആളുകൾ കൂടിയിട്ട് 8 × 1/8 1 വന്ന് പ്ലസ് 6 ഫേസുകളുണ്ട്, 6 × 1/2 ആണ് വന്നത്. അപ്പോൾ 4 ആണ് വന്നത്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ FCC പെർ യൂണിറ്റ് സെല്ല് വരുന്നത് 4 ആണ്. അതിൻ്റെ ഡബിൾ ആണ് ടെട്രാഹീഡ്രൽ വോയിഡ് വരുന്നത്. N ആണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെല്ലെങ്കിൽ 2n ആയിരിക്കും നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സ് വരിക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടെട്രാഹീഡ്രൽ വോയിഡ്സിനെ കുറിച്ച് അറിയേണ്ടത്. ആദ്യം ഇതാണ്, N ആണ് നമ്മുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെല്ലെങ്കിൽ 2n ആയിരിക്കും ടെട്രാഹീഡ്രൽ വോയിഡ്സ്.
ഓരോ ബോഡി ഡയഗണലിലും 2 ടെട്രാഹീഡ്രൽ വോയിഡ് വീതമുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞത് FCCയുടെ സ്ട്രക്ചറിൽ കോർണറിലുണ്ട്, ഫേസ് സെൻറ്ററിലുണ്ട്. അങ്ങനത്തെ ഒരു യൂണിറ്റ് സെൽ എടുത്തിട്ട് അതിനെ 8 ക്യൂബാക്കി മാറ്റിയാൽ അതിൽ ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഓൾട്ടർനേറ്റ് കോർണറിലാണ് ആറ്റംസ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒരു ടെട്രാഹീഡ്രൽ വോയിഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആ പിക്ചർ നോക്കുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ബാക്കി പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് ഒക്ടാഹീഡ്രൽ വോയിഡ് വേണം. ഒക്ടാഹീഡ്രൽ വോയിഡ് ഫോം ചെയ്യുന്നത് ഇതേ FCCയുടെ ഒരു യൂണിറ്റ് സെല്ലിൽ എടുത്തിട്ട് 8 ക്യൂബാക്കിയതിൻ്റെ ബോഡി സെൻട്രലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒക്ടാഹീഡ്രൽ വോയിഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം 6 സ്ഫിയറുകളുടെ സെന്ററുകൾ കൂട്ടിച്ചേർത്തപ്പോഴായിരുന്നു നമുക്ക് ഒക്ടാഹീഡ്രൽ വോയിഡ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ബോഡി സെന്ററിൽ ആരുണ്ട്? ഒക്ടാഹീഡ്രൽ വോയിഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഒക്ടാഹീഡ്രൽ വോയിഡ് നമുക്ക് എവിടെ വന്നു? ബോഡി സെന്ററിൽ വന്നു. ബോഡി സെന്ററിൽ ഒരു ഒക്ടാഹീഡ്രൽ വോയിഡ് ആണ്. FCCനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആ ക്യൂബിന്റെ ബോഡി സെന്ററിൽ ഒരു ഒക്ടാഹീഡ്രൽ വോയിഡ് ഉണ്ടാവും. അത് നിങ്ങൾ ഇപ്പോൾ നമുക്കത് വേണമെങ്കിൽ പറയുകയൊക്കെ ചെയ്യാം. ഒരു ഫേസ് എടുക്കുക, ക്യൂബിന്റെ ഒരു ഫേസും അടുത്ത ഫേസും ഇവിടുന്ന് ഇങ്ങനെ ആ പിരമിഡുകൾ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു ഫേസ് ഉണ്ട്, അവിടേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തതും താഴത്തെ ഫേസിലേക്ക് ഇങ്ങനെ ഒരു ഒക്ടാഹീഡ്രൽ വോയിഡ് കിട്ടും നമുക്ക്. അത് ബോഡി സെൻറ്ററിലാണ് വരിക. അപ്പോൾ ബോഡി സെൻറ്ററിൽ ഒരു ഒക്ടാഹീഡ്രൽ വോയിഡ് ഉണ്ട്. അതേപോലെ തന്നെ എഡ്ജ് സെൻറ്ററിലും വരും. എഡ്ജ് സെൻറ്ററിൽ ഒരു ഒക്ടാഹീഡ്രൽ വോയിഡ് ഫോം ചെയ്തിട്ടുണ്ടാവും. ആ എഡ്ജ് സെൻറ്റർ ബാക്കിയുള്ള എത്ര ആളുകളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും? എഡ്ജിൻ്റെ ഷെയറിങ് നമ്മൾ പറഞ്ഞതാണ് 4 ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ല് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജ് സെൻറ്ററിൽ ഒക്ടാഹീഡ്രൽ വോയിഡ് ആണെന്ന് പറഞ്ഞാൽ ആ ഒക്ടാഹീഡ്രൽ വോയിഡ് 4 യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒക്ടാഹീഡ്രൽ വോയിഡിൻ്റെ 1/4 പാർട്ട് മാത്രമേ ഒരു യൂണിറ്റ് സെല്ലിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫോം ചെയ്യുന്നത് എവിടെയാണ്? നമുക്ക് പറഞ്ഞതിപ്പോൾ എഡ്ജ് സെൻറ്ററിലാണ്. എഡ്ജ് സെൻറ്ററിൽ ഒക്ടാഹീഡ്രൽ വോയിഡ് ഫോം ചെയ്തു. പക്ഷേ ആ എഡ്ജ് സെൻറ്റർ എത്ര എണ്ണമാണ്? 12 എണ്ണം ഉണ്ടാവും എഡ്ജുകൾ വരിക. പക്ഷെ അതിൽ 1/4 പാർട്ടേ ഒരു യൂണിറ്റ് സെല്ലിൽ വരുള്ളൂ. അപ്പോൾ 12/4 എന്ന് പറഞ്ഞാൽ 3 ഒക്ടാഹീഡ്രൽ വോയിഡുകൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിൽ 3+1 4 ഒക്ടാഹീഡ്രൽ വോയിഡ് വരും. 4 ഒക്ടാഹീഡ്രൽ വോയിഡാണ് വന്നത്. അപ്പോൾ നമ്മളെ FCCയിൽ എത്ര പാർട്ടിക്കിളാണ്? 4 പാർട്ടിക്കിളായിരുന്നു FCCയിൽ വന്നത്. ആ FCCയിൽ 4 പാർട്ടിക്കിളാണെങ്കിൽ 4 ഒക്ടാഹീഡ്രൽ വോയിഡും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ n പാർട്ടിക്കിൾസ് ആണ് പെർ യൂണിറ്റ് സെല്ലിൽ ഉള്ളതെങ്കിൽ n ഒക്ടാഹീഡ്രൽ വോയിഡ്സും ഉണ്ടാവും. ഇതാണ് വോയിഡ്സിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. ഞാൻ ആദ്യം ചോദിക്കുകയാണ്, ടെട്രാഹീഡ്രൽ വോയിഡ് ബോഡി ഡയഗണലിൽ 2 എണ്ണം വീതം. അപ്പോൾ ഒരു ബോഡി ഡയഗണലിൽ 2 എണ്ണം വീതമാണ്. അപ്പോൾ ഒരു FCCയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 8 ടെട്രാഹീഡ്രൽ വോയിഡ് വരും. അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സും തമ്മിലുള്ള റിലേഷൻ n ആണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്കിൽ ടെട്രാഹീഡ്രൽ വോയിഡ്സ് വരെ 2n ആണ്. ഇനി ഒക്ടാഹീഡ്രൽ വോയിഡ്സ് വരുന്നത് ബോഡി സെൻറ്ററിലും പിന്നെ എവിടെയും കൂടിയാണ്? എഡ്ജ് സെൻറ്ററിൽ. ബോഡി സെൻറ്റർ മുഴുവനായിട്ട് ആ യൂണിറ്റ് സെല്ലിലാണെങ്കിൽ എഡ്ജ് സെൻറ്ററിൻ്റെ 1/4 വരുള്ളൂ. അപ്പോൾ 3 ഒക്ടാഹീഡ്രൽ വോയിഡ് എഡ്ജ് സെൻറ്ററിനും 1 ഒക്ടാഹീഡ്രൽ വോയിഡ് ബോഡി സെൻറ്ററിനും കിട്ടും. അങ്ങനെ ടോട്ടൽ 4 ഒക്ടാഹീഡ്രൽ വോയിഡ് ഉണ്ടാവും FCCയിൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് n ആയിരുന്നു, 4n ആയിരുന്നു നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വന്നിരുന്നത്. അപ്പോൾ n ആണ് നമ്പർ ഓഫ് സ്ഫിയറുകൾ എങ്കിൽ നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡുകൾ എത്രയാവും? n തന്നെയാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ചുരുക്കിയിട്ട്, n ആണ് ടോട്ടൽ നമ്പർ ഓഫ് സ്ഫിയറുകൾ പെർ യൂണിറ്റ് സെൽ എങ്കിൽ
2n ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സ്, n ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ്, 3n ആണ് ടോട്ടൽ വോയിഡ്. രണ്ടും കൂടെ കൂട്ടിയിട്ട് 3n ആയിരിക്കും ടോട്ടൽ വോയിഡ് വരിക. അപ്പോൾ ഈ വോയിഡുകൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നല്ല രീതിയിൽ ആ പിക്ചർ നോക്കിയിട്ട് വരച്ച് പഠിക്കണം. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ ഒരുപാട് പിക്ചർ ആയതുകൊണ്ട് നമ്മൾ അതും കൂടെ ഒഴിവാക്കിയത് കേട്ടോ. ഇനി നമുക്ക് അറിയേണ്ടത് ഇസഡ് ആൻഡ് കോർഡിനേഷൻ നമ്പർ. ഇസഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെല്ലാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെല്ലിനെയാണ് നമ്മൾ ഇസഡ് കൊണ്ട് കാണിക്കുന്നത്. പിന്നെ കോർഡിനേഷൻ നമ്പറുകൾ അറിയണം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് കോർഡിനേഷൻ നമ്പർ പറഞ്ഞു നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ടായിരുന്നല്ലോ, അതിലെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? ഒരു സ്ഫിയറിന് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ആളുകൾ വീതം എന്ന് പറഞ്ഞാൽ 2 ആണ് വന്നിരുന്നത്. അടുത്തത് 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഇല്ലേ, അതിലെത്രയായിരുന്നു കോർഡിനേഷൻ നമ്പർ? 4 ആണ്. അടുത്തത് 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലെ കോർഡിനേഷൻ നമ്പറോ 6 ആണ് വന്നത്. ഇത് നമുക്കറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. നമുക്ക് വേറെ കുറച്ച് ആളുകളുടെ കോർഡിനേഷൻ നമ്പർ കൂടെ അറിയണം. അപ്പോൾ ഞാൻ ആദ്യം ഈ പറയുന്നത് അങ്ങനെ പഠിച്ചു വെക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കണം. നമ്മൾ സിമ്പിൾ ക്യൂബിക് പറഞ്ഞിരുന്നില്ലേ, സിമ്പിൾ ക്യൂബിക് വരുന്ന സമയത്ത് അതിലെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ വരുന്നത് 6 ആയിരിക്കും. അടുത്തത് നമ്മൾ BCC പറഞ്ഞിരുന്നു, ബോഡി സെൻറ്റേർഡ്. BCCയിലെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ വരുന്നത് 8 ആയിരിക്കും. നമ്മൾ FCC അല്ലെങ്കിൽ CCP കണ്ടതാണ്, രണ്ടും സെയിം ആണ്. FCC അല്ലെങ്കിൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ്, ഇതിലെ കോർഡിനേഷൻ നമ്പർ വരിക 12 ആണ്. HCPയിലെ കോർഡിനേഷൻ നമ്പർ വരുന്നത് 12 ആണ്. അത് നമ്മൾ ആ പിക്ചർ വരച്ചപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ കോർഡിനേഷൻ നമ്പറുകൾ നിങ്ങൾ ഓർത്തു വെക്കണം. ഒന്ന് 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ വന്നത് 2 ആണ്. 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ വന്നത് 4 ആണ്. ഹെക്സഗണൽ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിൽ വന്നത് 6 ആണ്. അതിന് പുറമെ നമ്മൾ പറയാൻ തുടങ്ങിയത് ഒന്ന് സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിൽ കോർഡിനേഷൻ നമ്പർ വരിക 6 ആണ്. അതേപോലെ ബോഡി സെൻറ്റേർഡിൽ വരുന്നത് 8 ആണ്. CCP അല്ലെങ്കിൽ FCCയിൽ വരുന്നത് 12 ആണ്. HCPയിൽ വരുന്നത് 12 ആണ്. അപ്പോൾ നമുക്ക് ഈ കോർഡിനേഷൻ നമ്പറുകളൊന്ന് നോക്കാം. ഞാൻ പറയണത് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ, എന്നാലേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളിത് ഇങ്ങനെ കാണാതെ പഠിച്ചാൽ മതി. ഞാൻ പറയുന്ന രീതികൾ നോക്കുക, അത് മനസ്സിലായാൽ അത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ എന്നിട്ട് കാണാതെ പഠിക്കുക. നമ്മൾ HCPയിൽ 12 പറഞ്ഞിരുന്നു. കാരണം HCP എന്ന് പറഞ്ഞാൽ AB ആണ്. അപ്പോൾ ഒരു ഹെക്സഗൺ എടുത്ത് 2 ഡയമെൻഷണൽ ഹെക്സഗണൽ 6, അതിന് മുകളിൽ ഒരു 3 ആളുകൾ ട്രയാങ്കിൾ രൂപത്തിലാണ് എന്ത് ചെയ്യുക, തട്ടി നിൽക്കുക. അതിന് താഴെയും 3 ആളുകൾ ട്രയാങ്കിൾ രൂപത്തിൽ തട്ടി നിൽക്കും. അപ്പോൾ 3, 6, 3 12 ആണ് കിട്ടുക. HCPയുടെ നമ്മൾ മുമ്പ് പറഞ്ഞതുകൊണ്ട് അത് അങ്ങനെ. ഇനി CCP നോക്കാം. CCP എന്ന് പറഞ്ഞാൽ FCC ആണല്ലോ. FCCയിൽ നിങ്ങൾ ഫേസ് സെൻറ്ററിലെ ഒരാറ്റം നോക്കുക. ഒരു ഫേസ് സെൻറ്റർ ഇതാണെങ്കിൽ, ഇതാണ് നമ്മുടെ ഫേസ് സെൻറ്റർ എങ്കിൽ ഇവിടെ ഒരു ആറ്റം ഉണ്ട്. ഈ ആറ്റം ഈ ഫേസിലെ കോർണറിലുള്ള 4 ആറ്റങ്ങളുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഫേസ് സെൻറ്ററിൽ 4 ആളുകളുമായിട്ട് അടുത്ത് നിൽക്കുന്നു. അപ്പോൾ കോർഡിനേഷൻ നമ്പർ ഇപ്പോൾ 4 വന്നു. ഇനി പക്ഷേ ഇവിടെ ഒരു ഫേസ് ഉണ്ട്, ഇവിടെ ഒരു ഫേസ് ഉണ്ട്,
അതേപോലെ ഇവിടെയും ഒരു ഫേസ് ഉണ്ട്, മുകളിലും ഒരു ഫേസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് അല്ലാത്തതൊക്കെ ഈ ഫേസ് സെൻറ്ററിലുള്ള ആള്, ഇവിടുത്തെ ഫേസ് സെൻറ്ററിലുള്ള ആള്, അതേപോലെ താഴ്ഭാഗത്തെ ഫേസ് സെൻറ്ററിൽ ഇതിന് അഡ്ജസൻറ്റ് ഫേസുകൾ ഉണ്ടല്ലോ, അതിലെ ഫേസ് സെൻറ്ററുകളുടെ ആളൊക്കെ അതിനോടടുത്തിട്ടാണ് വരിക. അപ്പോൾ ഇതിൻ്റെ കോർണറിലുള്ള 4, അഡ്ജസൻറ്റ് ഫേസുകളിലെ 4, അത് ഞാനിപ്പോൾ ഇവിടെയാണല്ലോ എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ ഭാഗത്തേക്കുള്ളത് കൊടുക്കാം, അങ്ങേ ഭാഗത്തേക്കുള്ളത്. അവിടെ ഉള്ള ഫേസ് ഒന്ന്, ഇവിടെ ഒന്ന്, അതേപോലെ തന്നെ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. അപ്പോൾ നമുക്ക് എത്രയായി? അവിടെ 4 ഫേസ്, ഇവിടെ 4 ഫേസ്, ഇവിടെ 4 കോർണർ. അങ്ങനെയാണെങ്കിൽ 3, 4, 12 FCCയുടെ. അതിൽ ഒരാളുടെ കോർഡിനേഷൻ നമ്പർ വരുന്നതും 12 ആയിരിക്കും. അപ്പോൾ നമുക്ക് HCP 12, FCC 12. അപ്പം ഞാൻ ആ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളത് ജസ്റ്റ് കാണാതെ പഠിച്ചാൽ മതി. ഇനി അടുത്തത് വരുന്നത് നമുക്ക് BCC ആണ്. ബോഡി സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ നമ്മൾ ആ സെൻറ്ററിലുള്ള ആളെ തന്നെ എടുത്താൽ മതി. ബോഡി സെൻറ്ററിലുള്ള ആൾ 8 കോർണറുകളുമായിട്ട് കോണ്ടാക്ട് വരും. 8 ആയിരിക്കും അതിൻ്റെ കോർഡിനേഷൻ നമ്പർ വരിക. വേറെ ഏതെടുത്ത് കഴിഞ്ഞാലും അങ്ങനെയാണ് വരിക. അപ്പോൾ ബോഡി സെൻറ്റേർഡ് മനസ്സിലാക്കാൻ നമ്മൾ എന്തെടുത്തു? ബോഡി സെൻറ്ററിൽ എടുത്തിട്ട് 8 കോർണറുകൾ, 8 കോർഡിനേഷൻ നമ്പർ. FCCയിൽ മനസ്സിലാക്കാൻ ഫേസ് സെൻറ്റർ എന്ന് എടുത്തു. ഫേസ് സെൻറ്ററിൽ ആ ഫേസിൽ 4 കോർണറും ഈ ഭാഗത്തേക്കുള്ള 4 ഫേസ് സെൻറ്ററുകളും ആ ഭാഗത്തേക്കുള്ള 4 ഫേസ് സെൻറ്ററുകളും കണക്ട് ചെയ്താൽ 12 കോർഡിനേഷൻ നമ്പർ വന്നത്. ഇനി നമുക്ക് സിമ്പിൾ ക്യൂബിക്കാണ് വരുന്നത്. സിമ്പിൾ ക്യൂബിക്കിൽ എല്ലാവരും ഇരിക്കുന്നത് എവിടെയാണ്? കോർണറിലാണ്. അല്ലെങ്കിൽ നമ്മൾ എ ടൈപ്പ് അറേഞ്ച്മെൻ്റ് അല്ലേ പറഞ്ഞിരുന്നത്? എ ടൈപ്പാണ് പറഞ്ഞിരുന്നത്. അതിൽ 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എടുക്കുക. അതിലെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? നമ്മൾ വന്നിരുന്നത് 4 ആണ്. അപ്പോൾ ഒരു ലെയർ എടുക്കുമ്പോൾ 4 കോർഡിനേഷൻ നമ്പർ ഉണ്ട്. ഇനി എക്സാക്ട് അതേ മുകളിലാണ് വേറൊന്ന് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഒരാറ്റം കൺസിഡർ ചെയ്തു. ഇതിന് അതേ ലെയറിൽ 4 എണ്ണം. ഇനി തൊട്ട് മുകളിൽ ഇതിൻ്റെ മേലെ തന്നെയാണ് ഒന്ന് വരിക, പക്ഷേ അതിനടുത്തുള്ളതായിട്ട് കോണ്ടാക്ട് കിട്ടില്ല. അപ്പോൾ ഇതിന് തൊട്ട് മുകളിൽ ഒന്നും അതേ ലെയർ താഴെ ഉണ്ടാവും, മറ്റൊന്ന് 6 എണ്ണം വരും. അതിൻ്റെ ലെയറിൽ 4, മുകളിൽ 1, താഴെ 1. കാരണം തൊട്ട് മുകളിലാണ് വെക്കുന്നത്. എക്സാക്ട് ലെയർ എ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് മുകളിൽ 1, താഴെ 1, ആ ലെയറിൽ 4. അങ്ങനെ 4, 2, 6 കോർഡിനേഷൻ നമ്പറാണ് നമുക്ക് വരിക. ഇനി അപ്പോൾ നമ്മൾ എല്ലാ കോർഡിനേഷൻ നമ്പറുകളും നമ്മൾ പറഞ്ഞു കേട്ടോ. HCPൻ്റെത് 12, FCCൻ്റെത് 12, BCCൻ്റെത് 8, സിമ്പിൾ ക്യൂബിക് 6. ബാക്കിയുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെല്ലാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെല്ലിൽ ആദ്യം നമുക്ക് സിമ്പിൾ ക്യൂബിക് നോക്കാം. സിമ്പിൾ ക്യൂബിക് എന്ന് പറഞ്ഞാൽ കോർണറിൽ മാത്രമാണ്. ഇത് നമ്മൾ മുമ്പ് കേട്ടതായതുകൊണ്ട് വേഗം പറയുകയാണ്. 8 × 1/8 = 1 ആണ്. അപ്പോൾ Z = എത്രയാണ്? 1 ആണ്. ഏതിൽ വരിക? സിമ്പിൾ ക്യൂബിക്കിൽ വരിക. അടുത്തത് നമുക്ക് വേണ്ടത് BCC ആണ്. ബോഡി സെൻറ്റേർഡ് ആണ്. ബോഡി സെൻറ്റേർഡിൽ വന്നത് ഈ 1ഉം പിന്നെ ബോഡി സെൻറ്ററിലും കൂടെ 2. BCCയുടെ Z വരിക 2 ആണ്. അങ്ങനെയാണെങ്കിൽ FCCയിൽ വന്നത്, അല്ലെങ്കിൽ അതിനെന്ത് വിളിക്കാം? CCP. ഇത് രണ്ടും ഒന്നാണ്. അതിലെ Z വരുന്നത് ഈ 1 കോർണറിൽ 1 ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 8 × 1/8 പ്ലസ് ഫേസ് സെൻറ്ററിൽ വരുന്നത് 6 × 1/2. അപ്പോൾ 1 + 3 = എത്രയാണ്? 4 ആണ്.
അപ്പോൾ സിമ്പിൾ ക്യൂബിക് BCC, FCC അല്ലെങ്കിൽ CCP. ഇനി അതേപോലെ തന്നെ HCP ഇപ്പോൾ നമ്മൾ കണ്ടതാ, ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്. അതിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരുന്നത് നമുക്ക് അത് നിങ്ങളൊന്ന് കഴിയുമെന്ന് നോക്കുന്നുണ്ട്, ഞാൻ പറയാം. അതൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഏതായാലും നമ്മളിത് പഠിക്കുമ്പോൾ അതും കൂടെ പഠിച്ചു വെക്കാം. മുകളിലെ ഹെക്സഗൺ ഉണ്ട്, അതിലെ കോർണേഴ്സിൽ ആളുകളുണ്ടല്ലോ, കോർണർ വരുന്നത് 6 ആണ്. താഴെയും ഹെക്സഗൺ ഉണ്ട്, അതിലും കോർണർ വരുന്നത് 6 ആണ്. അപ്പോൾ ടോട്ടൽ കോർണർ വരുന്നത് 12 ആണ്. 12 ആണ് ടോട്ടൽ കോർണേഴ്സ് വരുന്നത്. ആ HCPന്റെ പിക്ചറിൽ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ ഹെക്സഗൺ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ കോർണറിലുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻ വരുന്നത് 1/6 ആണെന്ന്. അപ്പോൾ കോർണറിലുള്ള ആളുകൾ 1/6. ഇനി ആ മുകളിലെ ഹെക്സഗൺ ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിൽ ഒന്നുണ്ട്, അത് ഫേസ് സെൻറ്ററാണ്. അപ്പോൾ 1/2. അപ്പോൾ മുകളിൽ ഒരു ഫേസ് സെൻറ്റർ ഉണ്ട്, താഴെ ഒരു ഫേസ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് 2 ആളുകളുണ്ട്. ആ ഫേസ് സെൻറ്ററിലാണെങ്കിൽ അതിൻ്റെ ഷെയറിങ് എത്രയാണ്? 1/2 പ്ലസ് AB ടൈപ്പ് ആണല്ലോ അത്. അപ്പോൾ ആ 3 ആളുകളില്ലേ, ഹെക്സഗൺ കഴിഞ്ഞിട്ടുള്ള 3 ആൾ, അത് അതിൻ്റെ ബോഡി സെൻറ്ററിലാണ്. ആ ഹെക്സഗണിൻ്റെ സെൻട്രലാണ് ആ 3 ആൾ വരിക. അപ്പോൾ +3 കൂടെ വരും. അപ്പോൾ നമുക്ക് വരിക 2 + 1 3 + 3 6 ആണ് വരിക. അപ്പോൾ നമുക്ക് Z കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് അത്ര നിർബന്ധമില്ല, ബാക്കിയുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള നമുക്ക് പ്രോബ്ലത്തിലേക്ക് ആവശ്യമുള്ളതാണ്. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ Z എത്രയാണ്? 1 ആണ്. BCC ആണെങ്കിൽ Z എത്രയാണ്? 2 ആണ്. FCC ആണെങ്കിൽ അല്ലെങ്കിൽ CCP ആണെങ്കിൽ Z എത്രയാണ്? 4 ആണ്. HCPയിൽ വന്നത് എത്രയാണ്? 6 ആണ് വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പിക്ചറുകളൊക്കെ വരച്ചിട്ട് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യുന്നതെന്ന് അറിയോ, ഇത് നിങ്ങൾ ആദ്യം ഈ ഡാറ്റകളൊന്ന് പഠിച്ചു വെക്കുക, എന്നിട്ട് പിക്ചർ ഇങ്ങനെ നോക്കുക. ഇവിടെ ഞാൻ പറഞ്ഞു ടെക്സ്റ്റിലെ പിക്ചർ നോക്കണം എന്ന്. ഇതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ പിക്ചർ നമ്മൾ കുറച്ചൊക്കെ വരച്ചിരുന്നു നമ്മൾ. ബാക്കിയൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ നല്ല അടിപൊളി പിക്ചറുകളുണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതേപോലെ തന്നെ നമ്പർ ഓഫ് ഒക്ടാഹീഡ്രൽ വോയിഡ്സ്, ടെട്രാഹീഡ്രൽ വോയിഡ്സ്, ഇത് ഉപയോഗിച്ചിട്ട് ഒരു കോമ്പൗണ്ടിൻ്റെ ഫോർമുല കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് CCPയിലാണ് അറേഞ്ച്മെൻ്റ് ഉള്ളത്. നമുക്കറിയാം CCP അല്ലെങ്കിൽ FCC, ഇതിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 4 ആണ് നമുക്കറിയാം. ഇനി Y ഒക്യുപ്പൈ ചെയ്യുന്നത് അതിലെ എല്ലാ ഒക്ടാഹീഡ്രൽ വോയിഡ്സിലുമാണ്. അപ്പോൾ ഒക്ടാഹീഡ്രൽ വോയിഡ്സ് എങ്ങനെ കാണുക നമുക്കറിയാം. N ആണ് നമ്പർ ഓഫ് സ്ഫിയർ എങ്കിൽ അതേ N തന്നെ ആയിരിക്കും ആര്? ഒക്ടാഹീഡ്രൽ വോയിഡ്സ്. അതിൻ്റെ ഡബിളാണ് ടെട്രാഹീഡ്രൽ വോയിഡ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഇങ്ങനെ ചെയ്യാം. എക്സ് എന്ന ആള് 1 ആണെങ്കിൽ അത്ര തന്നെ വൈയും വരും. കാരണം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈക്വൽ ടു ഒക്ടാഹൈഡ്രൽ വോയിഡ്സ് ആയതുകൊണ്ട് എക്സ് 1 ആണെങ്കിൽ വൈ 1 വരും. അപ്പോൾ XY ആണ് ഫോർമുല വരിക എന്ന് പറയാം. പക്ഷെ ഇതിനേക്കാൾ നമുക്ക് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. എക്സ് 4 ആൾ വരും, കാരണം CCP ആണ് അല്ലെങ്കിൽ ഫേസ് സെൻറ്റേർഡ് ആണ്. അത് 4 ആളുകളാണെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിൽ 4 പാർട്ടിക്കിൾസ് വന്നാൽ അത്ര തന്നെ ഒക്ടാഹീഡ്രൽ വോയിഡ്സും വരും. അപ്പോൾ X4 Y4 എന്നാണ് വരിക. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ എടുക്കുമ്പോൾ XY എന്നാണ് കിട്ടുക. ഏത് രീതിയിൽ ചെയ്താലും XY എന്നാണ് ആൻസർ വരിക. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് എന്ത് ചെയ്യാം, ഒരു കോമ്പൗണ്ടിൻ്റെ ഫോർമുല നമ്മൾ കണ്ടെത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ വരുന്നത് ബി എന്ന ആള് HCPയിലാണ്.
HCPയിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 6 ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 3 ബോഡി സെന്ററിലും 12 കോർണറിൽ 1/6 കോൺട്രിബ്യൂഷൻ വരുമ്പോൾ 2, 3ഉം 2ഉം 5, പിന്നെ 2 ഫേസ് സെന്റർ 1/2 വരും +1, അങ്ങനെ ടോട്ടല് 6 പാർട്ടിക്കിൾസ് ആണ്, സ്ഫിയറുകളാണ് ഉണ്ടാവുക എന്നറിയാം. അപ്പോൾ ബി എന്ന ആള് 6 ആണ്. ഇനി നമുക്ക് എ എന്നുള്ള ആള് 2/3 ഓഫ് ദ ടെട്രാഹീഡ്രൽ വോയിഡ് ആണ്. എത്രയാണോ ടോട്ടൽ ടെട്രാഹീഡ്രൽ വോയിഡ് ഉള്ളത് അതിന്റെ 2/3 ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ 6 ആളുകളാണെങ്കിൽ എത്ര ടെട്രാഹീഡ്രൽ വോയിഡ് ഉണ്ടാവും? 12 ടെട്രാഹീഡ്രൽ വോയിഡ് ഉണ്ടാവും. ഇതിന്റെ 2/3. അപ്പോൾ 2/3 ഓഫ് 12 ആ വരിക. അപ്പൊ 12/3 4 × 2 എത്രയാ? 8 ആണ് വരിക. അപ്പോ ഇവിടെ നമുക്ക് എന്റെ അവിടെ 8 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ സിംപ്ലസ്റ്റ് റേഷ്യോയിലാക്കി കഴിഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ B3A4 എന്നാണ് വരിക. B3A4 ഇതാണ് ആ കോമ്പൗണ്ടിന്റെ ഫോർമുലയായിട്ട് വരിക. അപ്പോ അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ള രീതി, നമ്മൾ ബി എന്ന ആള് ഒരു പാർട്ടിക്കിൾ ആണെന്ന് കരുതുക, ഉള്ളത് 1 ആണെങ്കിൽ ഇതിന്റെ ഡബിൾ ആയിരിക്കും ആര്? ടെട്രാഹീഡ്രൽ വോയിഡ്. ആ ഡബിളിന്റെ 2/3 എന്ന് പറയുമ്പോൾ എന്റെ 2/3 × 2 അപ്പൊ എത്രയാ വരിക? 4/3. അപ്പൊ ഇതിനെ ഒരു സിംപ്ലസ്റ്റ് റേഷ്യോയിലാക്കുമ്പോൾ ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ B3A4 എന്ന് കിട്ടും. അപ്പോൾ 2 ആണെങ്കിലും ഏതിലാണ് നമുക്ക് കിട്ടുക? B3A4 ആണ് ആ കോമ്പൗണ്ടിന്റെ ഫോർമുല ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ചെയ്തത് നോക്കാം, ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം വേറെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ബി എന്ന ആള് HCPയിലായതുകൊണ്ട് 6 ആണ്. എ എന്ന ആള് അതിന്റെ ടെട്രാഹീഡ്രൽ വോയിഡിൽ 2/3 ഓക്യുപ്പൈ ചെയ്തു. അപ്പൊ 2/3 ഇൻറ്റു ടെട്രാഹൈഡ്രൽ വോയിഡ് ഡബിൾ വരും. അപ്പൊ 12/3 4 × 2 8 B6A8 2 കൊണ്ട് ഡബിൾ ചെയ്താൽ B3A4. ഇങ്ങനെയാണ് നമ്മൾ ഈ ഫോർമുല കാണുന്നത്. വളരെ സിമ്പിൾ ആണ് ശരിക്ക്. B3A4. അപ്പൊ നമ്മൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടെട്രാഹീഡ്രൽ വോയിഡ്സ്, ഒക്ടാഹീഡ്രൽ വോയിഡ്സ്, ഓരോ HCP, CCP, BCC, അതേപോലെ തന്നെ സിമ്പിൾ ക്യൂബിക്, ഇതിലൊക്കെ ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഇതൊക്കെ നമുക്ക് താനെ പഠിഞ്ഞു പോകും. ഈ ടൈപ്പ് പ്രോബ്ലം വരും. അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ വെറുതെ വിടരുത്, അത് ചെയ്തു പോവാം. ഇനി നമുക്ക് വേണ്ടത് റേഡിയസും എഡ്ജ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷനാണ്. ഈ റേഡിയസും എഡ്ജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഇപ്പൊ നമ്മള് ഒരു സ്ട്രക്ചർ വരുന്നത് ക്യൂബ് ആണെങ്കിൽ ആ ക്യൂബിനൊരു എഡ്ജ് ലെങ്ത് ഉണ്ടാവും. ആ എഡ്ജ് ലെങ്ത് എ ആണെങ്കിൽ, ഇത് എ ആണെന്ന് കരുതുക, എഡ്ജ് ലെങ്ത്. ഇതില് ഓരോ ആറ്റംസും എന്ന് പറഞ്ഞാൽ ഓരോ സ്ഫിയറുകളും ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ സ്ഫിയറുകളുടെ റേഡിയസ് 6 ആണെങ്കിൽ ആ 6ഉം എയും തമ്മിലുള്ള റിലേഷൻ, ഇപ്പൊ നമുക്ക് ഈ പിക്ചർ നോക്കിയാൽ അറിയാം, ഇത് 6 ആണ്, ഇത് 6 ആണ്, 6+6 ആണ് ആര് വരിക? എ വരിക. അപ്പോൾ ഈ റിലേഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോ നമുക്ക് സിമ്പിൾ ക്യൂബിക് എടുക്കാം. സിമ്പിൾ ക്യൂബിക്കിനെ സംബന്ധിച്ചിടത്തോളം കോർണറിലാണ് ആ സ്ഫിയറുകൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആറ്റംസ് ഇരിക്കുന്നത്. അപ്പൊ ആ കോർണറിൽ ഇരിക്കുന്ന 2 സ്ഫിയറുകളെ നമ്മൾ നോക്കിയാൽ ഇങ്ങനെയാണ്, അടുത്താണ് അവരിയ്ക്കുന്നത്. സിമ്പിൾ ക്യൂബിക്കില് ഇങ്ങനെയാ വരിക. അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇതാണ് എഡ്ജ് ലെങ്ത് എ എങ്കിൽ ആ എ ഈക്വൽ ടു 6ഉം 6ഉം വന്ന് അപ്പൊ എത്രയാ? 2r ആണ്. അപ്പോ എ ഈക്വൽ ടു 2r എന്നുള്ളതാണ് സിമ്പിൾ ക്യൂബിക്കിൽ നമുക്ക് റിലേഷൻ ആയിട്ട് വരുന്നത്. എഡ്ജ് ലെങ്ത്തും
ആ സ്ഫിയറിന്റെ റേഡിയസുകളും തമ്മിലുള്ള റിലേഷൻ വരുന്നത് എ ഈക്വൽ ടു 2r. ഇതാണ് സിമ്പിൾ ക്യൂബിക്കിലെ റിലേഷൻ. വെരി സിമ്പിൾ ആണ്. കോർണറിലുള്ള അടുത്തടുത്ത രണ്ട് സ്ഫിയറുകളെ വെച്ചിട്ടാണ് ഞാനത് ഡിറൈവ് ചെയ്തത്. ഇനി നമുക്ക് FCC വേണമെന്ന് കരുതുക, ഫേസ് സെന്റേർഡ്. FCC ആണെങ്കിൽ നമുക്കറിയാം കോർണറിൽ ഒരാളുണ്ട്, ഫേസ് സെന്ററിൽ ഒരാളുണ്ട്, മറ്റേ കോർണറിലും ഒരാളുണ്ട്. ഇവിടുന്നാണ് നമ്മൾ ആ റിലേഷൻ എന്ത് ചെയ്യുക, ഡിറൈവ് ചെയ്ത് വരിക. അപ്പോൾ നമ്മൾ ഈ കോർണറിലുള്ള രണ്ടാളുകൾ എടുക്കുമ്പോൾ അതിനിടയിൽ ഒരു സ്പേസ് വരും, അപ്പോൾ ആ റിലേഷൻ കിട്ടില്ല. ഇങ്ങനെ കോണ്ടാക്റ്റിൽ നിൽക്കുന്നത് ഫേസ് ഡയഗണലാണ്. അപ്പോൾ നമ്മൾ നോക്കൂ, ഒരു സിമ്പിൾ ക്യൂബിക്കിൽ നമ്മൾ എടുത്തത് കോർണറിലുള്ള രണ്ടാളുകളെയാണ്. ഇപ്പോൾ FCCയിൽ നമ്മൾ എടുക്കുന്നത് ഫേസ് സെന്റർ കൂടെ പോകുന്ന ഫേസ് ഡയഗണൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എഡ്ജ് ലെങ്ത് A ആണെങ്കിൽ ഈ ഫേസ് ഡയഗണൽ √2a ആണല്ലോ വരിക. അപ്പോൾ √2a ഈക്വൽ ടു ഇവിടെ ഒരു റേഡിയസ് 1 2 3 4 റേഡിയസ് വരും. അപ്പോൾ ഈക്വൽ ടു എത്രയാണ്, 4r ആണ്. അപ്പോൾ നമുക്ക് എഡ്ജ് ലെങ്ത്തും റേഡിയസും തമ്മിലുള്ള റിലേഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ A ഈക്വൽ ടു √2 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബൈ √2 എന്നാണ് വരിക. അപ്പോൾ ബൈ √2 വരുമ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2√2r എന്നാണ് വരിക. അപ്പോൾ നമുക്ക് ആദ്യത്തെ റിലേഷൻ കിട്ടിയത് സിമ്പിൾ ക്യൂബിക്കില് 2r എന്നാണ് വന്നത്. A ഈക്വൽ ടു 2r ആണ്. FCCയിൽ A ഈക്വൽ ടു വന്നത് എത്രയാണ്, 2√2r ആണ് വന്നത്. അപ്പോൾ അത് നമ്മൾക്ക് ഓക്കെ ആയി. ഇനി നമുക്ക് കാണാനുള്ളത് FCC അല്ലെങ്കിൽ ഇത് CCP ആണ് കേട്ടോ, അത് ഓർമ്മ വേണം, രണ്ടും ഒപ്പം. അടുത്തത് നമുക്ക് കാണാനുള്ളത് BCC ആണ്. BCC എന്ന് പറയുമ്പോൾ ബോഡി സെന്റേർഡ് ആണ്. BCCയിൽ നമ്മൾ എടുക്കുക, ഒരാള് കോർണറില്, മറ്റൊരാള് ബോഡി സെന്ററില്, മറ്റേയാള് അടുത്ത കോർണറിൽ. അങ്ങനെയാണെങ്കിൽ ഇതൊരു ക്യൂബിന്റെ സൈഡ് ആണെങ്കിൽ ഇത് ബോഡി ഡയഗണലാണ്. ബോഡി ഡയഗണല് √3a ആണ് വരിക, നമുക്കറിയാം √3a. അപ്പോ ഇത് A ആണെങ്കിൽ ഇത് ഫേസ് ഡയഗണൽ അല്ല, ആരാണ്, ബോഡി ഡയഗണലാണ്. അപ്പോ ഇവിടെ ഒരു R വരും, ഇവിടെ മറ്റൊരു R. അപ്പോൾ 4r ആണ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം √3a ഈക്വൽ ടു, ഇതാണ് ബോഡി ഡയഗണൽ, ഈക്വൽ ടു എത്രയാണ്, 4r എന്നാണ് വരിക. അപ്പോൾ A ഈക്വൽ ടു എത്രയാണ്, 4r ബൈ √3 ആണ് വരിക. ഇതാണ് റിലേഷൻ. അപ്പോൾ നമ്മൾ ഓരോന്നിലും ആരൊക്കെയാണ് ഇക്വേറ്റ് ചെയ്തത് എന്ന് നോക്കണം. സിമ്പിൾ ക്യൂബിക്ക് വരുന്ന സമയത്ത് ഒരു എഡ്ജിനെയാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്തത് അല്ലേ. ഈ എഡ്ജ് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് A ഈക്വൽ ടു ആരായിരുന്നു, 2r ആണ്. ഇതാണ് സിമ്പിൾ ക്യൂബിക്കിലെ റിലേഷൻ വന്നത്. അടുത്തത് നമുക്ക് വരുന്നത് FCC ആണ്. FCCയിൽ നമ്മൾ കണക്ട് ചെയ്തത് ഫേസ് ഡയഗണലാണ്. ഫേസ് ഡയഗണലിൽ കണക്ട് ചെയ്തത് വഴി നമുക്ക് കിട്ടിയത് A ഈക്വൽ ടു 2√2r എന്നാണ്. അടുത്തത് BCC ആണ്. BCC ഈക്വൽ ടു, അതിൽ നമ്മൾ കണക്ട് ചെയ്തത് ആരെയാണ്, കണക്ട് ചെയ്തത് ബോഡി ഡയഗണലാണ്. ബോഡി ഡയഗണൽ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി A ഈക്വൽ ടു 4r ബൈ √3. അപ്പോൾ ഈ ഓരോ റിലേഷൻസും നമുക്ക് എന്ത് വേണം,
പ്രോബ്ലം ചെയ്യുന്നിടത്ത് ഇനി അങ്ങോട്ട് ആവശ്യമായി വരും. സിമ്പിൾ ക്യൂബിക്കിൽ എ ഈക്വൽ ടു 2r, ഫേസ് സെൻട്രൽ FCCയിൽ വരുന്നത് എ ഈക്വൽ ടു 2√2r ആണ്. ബോഡി ഡയഗണൽ റിലേഷൻ വരുന്നത് എ ഈക്വൽ ടു 4r/√3 ആണ്. ഇനി നമുക്ക് അടുത്ത കാര്യം അറിയേണ്ടത് പാക്കിംഗ് എഫിഷ്യൻസിയാണ്. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യൂബ് കൊടുത്തു, ആ ക്യൂബിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ സ്ഫിയറുകളെ കുത്തി നിറച്ചു. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിന്റെ വോള്യം നമ്മൾ കൊടുത്തിട്ട് ഇവരെ എത്രമാത്രം വോള്യത്തിലാണ് ഒക്യുപ്പൈ ചെയ്തത് അതിന്റെ പെർസെൻറ്റേജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാക്കിംഗ് എഫിഷ്യൻസി. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് വോള്യം ഒക്യുപ്പൈഡ് ബൈ ദ സ്ഫിയേഴ്സ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാക്കിംഗ് എഫിഷ്യൻസി. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് വോള്യം ഒക്യുപ്പൈഡ് പെർസെൻറ്റേജ് ഓഫ് വോള്യം ഒക്യുപ്പൈഡ്, അത് ചിലപ്പോൾ വോള്യം തന്നെ ആവണമെന്നില്ല കേട്ടോ. അപ്പൊ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ് എടുക്കണമെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഏരിയ ഒക്യുപ്പൈഡ് ആണ് നമ്മൾ എടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ 3 ഡയമെൻഷനിലാണ് ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് വോള്യം ഒക്യുപ്പൈഡ് ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ 2 കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. ഒന്ന്, ഒരു ക്യൂബിന്റെ വോള്യം വരുന്നത് A ക്യൂബാണ്. പിന്നെ നമ്മൾ ഇവിടെ ഇന്ററാക്ടിങ് പാർട്ടിക്കിൾസ് ഒക്കെ സ്ഫിയറുകളാണ്, സ്ഫെറിക്കൽ ബോഡി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സ്ഫെറിക്കൽ ബോഡി ആവുമ്പോൾ അതിന്റെ വോള്യം വരുന്നത് 4/3πr ക്യൂബാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്നും കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ വോള്യം മതി. അപ്പോൾ ടോട്ടൽ വോള്യം, അപ്പോൾ വോള്യം ഓഫ് ദ സ്ഫിയേഴ്സ് ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് ദ ക്യൂബ്, ഇത് ചെയ്താൽ പാക്കിംഗ് എഫിഷ്യൻസി കിട്ടും. അപ്പൊ ഫ്രാക്ഷൻ ആണ് വരിക, ഇൻറ്റു 100 കൊടുത്താൽ പെർസെൻറ്റേജിൽ കിട്ടും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതില് ആദ്യം നമുക്ക് ഏത് ചെയ്യാം? സിമ്പിൾ ക്യൂബിക് നോക്കാം. സിമ്പിൾ ക്യൂബിക്കില് ആദ്യം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറിയണം. സിമ്പിൾ ക്യൂബിക്കിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 1 ആണ്, ആകെ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ഫിയറിന്റെ വോള്യമാണ്. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി കാണുമ്പോൾ ആ ഒരു സ്ഫിയറിന്റെ വോള്യം, ഒറ്റ സ്ഫിയറേ ഉള്ളൂ. അപ്പോൾ 1 × 4/3πr ക്യൂബാണ് ഒരു സ്ഫിയറിന്റെ വോള്യം. പക്ഷെ നമ്മൾ ടോട്ടല് എന്ത് എഴുതിയിരുന്നു? A ക്യൂബ് കൊടുക്കണം. ടോട്ടല് നമ്മൾ കൊടുത്ത വോള്യം A ക്യൂബാണ്. അപ്പൊ ആ A ക്യൂബ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷേ സിമ്പിൾ ക്യൂബിക്കില് എയും ആറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? 2r ആണ്. അപ്പൊ ഇതിന്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 2ന്റെ ക്യൂബ് 8r ക്യൂബ് എന്ന് വരും. അപ്പൊ നമുക്ക് ഇവിടെ A ക്യൂബിന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? 8r ക്യൂബ് എന്ന് എഴുതാം. 2rന്റെ ഹോൾ ക്യൂബാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ r ക്യൂബും അതേപോലെ തന്നെ r ക്യൂബും കട്ട് ചെയ്തു പോകും. അങ്ങനെ കട്ട് ചെയ്തു പോയാൽ നമുക്ക് വരുന്നത് ഇവിടെ 4/3 ഉണ്ട്, ഇവിടെ താഴെ, ഇവിടെ 8 ഉണ്ട്. അപ്പോൾ π/6 എന്നാണ് വരിക. π/6 എന്ന് വരുമ്പോൾ സിമ്പിൾ ക്യൂബിക്കിന്റെ പെർസെൻറ്റേജ് വരുന്നത് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഇത് 3.14 ആണ്, ഇത് 6 ആണ് വരുന്നത്. അപ്പോൾ ഒരു ഏകദേശം വരുന്നത് 52% ആണ്. അപ്പോൾ 0.52 എന്ന് കിട്ടും. പെർസെൻറ്റേജിൽ പറയുമ്പോൾ 52% ആണ്. അപ്പൊ സിമ്പിൾ ക്യൂബിക്കിന്റെ പാക്കിംഗ് എഫിഷ്യൻസി ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. വോള്യം ഓഫ് ദ സ്ഫിയേഴ്സ് ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് ദ ക്യൂബ് കണ്ടു കഴിഞ്ഞാൽ പാക്കിംഗ് എഫിഷ്യൻസി കിട്ടും. അപ്പോൾ സിമ്പിൾ ക്യൂബിക്കിൻ്റെത് നമുക്ക് ഓരോന്ന് ഓർത്ത് വെക്കണം കേട്ടോ. 52% ആണ്. അല്ലെങ്കിൽ ഈ ടേമിൽ നമുക്ക് പറയാം π/6 ആണ് വന്നത്. അടുത്തത് നമുക്ക് BCC നോക്കാം. BCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി നമുക്കറിയാം. BCCയിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ, അത് 2 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി കാണുമ്പോൾ 2 സ്ഫിയറുകളുടെ വോള്യം 2 × 4/3πr ക്യൂബ്
ഹോൾ ഡിവൈഡഡ് ബൈ ക്യൂബിന്റെ വോള്യം എത്രയാ? എ ക്യൂബാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ എനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബി സി സി ആണ് നമ്മൾ നോക്കുന്നത്. ബി സി സിയിൽ എ എന്ന് പറയുന്നത് 4r/√3 ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4r/√3ന്റെ ക്യൂബ്. അപ്പോൾ 4ന്റെ ക്യൂബ് എത്രയാ വരിക? 4ന്റെ ക്യൂബ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എഴുതാം 4 ക്യൂബ് എന്ന് എഴുതാം. ഇൻറ്റു അത് മതി, നമുക്ക് കട്ട് ചെയ്ത് പോകാനുണ്ട്. പിന്നെ r/√3 ആണ്. അപ്പോൾ r ക്യൂബ് ഉണ്ട് ഡിവൈഡഡ് ബൈ √3യുടെ ക്യൂബ് വരും. അപ്പോൾ √3 ഇൻറ്റു √3 ഇൻറ്റു √3. അപ്പോൾ നമ്മൾക്ക് ആൻസർ വരുന്നത് 3√3 എന്നായിരിക്കും. ഇനി r ക്യൂബ് ഇതിൽ കട്ട് ചെയ്ത് പോകും. ഇവിടെ 4 ക്യൂബില് ആ 4 ക്യൂബും മുകളിലത്തെ 4ഉം കൂടെ പോയി കഴിഞ്ഞാൽ താഴെ വരുന്നത് 4² 16 ആണ്. ആ 16ഉം 2ഉം കൂടെ പോയി കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് എത്ര വരും? 8 വരും. അവിടെ 8 ഉണ്ട്. ഇനി നമുക്ക് ഈ 3√3യും ഈ 3യും കൂടെ കട്ട് ചെയ്താൽ 3 പോയി, മുകളിൽ √3 π/8 എന്നാണ് വരിക. ഇതാണ് ബി സി സിയുടെ പാക്കിംഗ് എഫിഷ്യൻസി വരുന്നത്. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ കിട്ടുക നമുക്ക് 68.68 എന്നാ കിട്ടുക. അപ്പൊ പെർസെൻറ്റേജിൽ പറയുമ്പോൾ എത്രയാ? 68% ആണ് വരിക. നമുക്ക് സിമ്പിൾ ക്യൂബിക്കിൽ എത്രയാ വന്നേ? 52% ആണ്. അതേപോലെ ബി സി സിയിൽ വന്നത് 68% ആണ്. ഇനി നമുക്ക് അറിയാനുള്ളത് ഏതാണ്? നേരത്തെ നമ്മൾ വന്ന ആ ഒരു π/6 ആ വന്നിരുന്നത്. ഇപ്പൊ എത്രയാ വന്നത്? √3 π/8 എന്ന് വന്നിരുന്നു കേട്ടോ. ഇനി നമുക്ക് അറിയാനുള്ളത് എഫ് സി സിയുടെ കണക്കാണ്. എഫ് സി സി എടുക്കുന്ന സമയത്ത് എത്ര പാർട്ടിക്കിൾസാ വരിക? 4 പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ 4 ഇൻറ്റു 4/3 πr³ ആണ്. ഡിവൈഡഡ് ബൈ എ ക്യൂബ് കൊടുക്കണം. ഈ എ ക്യൂബ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എഫ് സി സിയിൽ. എഫ് സി സിയിലെ റിലേഷൻ വരുന്നത് 2√2r ആണ്. അപ്പോൾ ആ 2√2rന്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ 8 ഉണ്ട്. √2ന്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ 2√2 ഇൻറ്റു r³ വരും. അത് നമുക്ക് r³ കട്ട് ചെയ്ത് പോകും. r³ കട്ട് ചെയ്ത് പോയാൽ ഈ 16 പോയില്ലേ, അതേപോലെ തന്നെ ഈ 16 കൂടെ കട്ട് ചെയ്ത് പോകും. ബാക്കി വരുന്നത് √2 ഉണ്ട്. √2 π/3 ആണ് വരിക. അതെന്ന് പറയുന്നത് 74% ആ കിട്ടുക. 0.74 വരും എന്ന് പറഞ്ഞാൽ 74% ആണ്. അപ്പോൾ √2 π/3 വന്ന് നേരത്തെ നമുക്ക് ഒരു √3 π/8 വന്നിരുന്നു. അതേപോലെ തന്നെ π/6 വന്നിരുന്നു. അപ്പൊ ഈ വാല്യൂസ് ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നറിയണം. അടുത്ത് നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും വാല്യൂസ് കാണാതെ അറിയണം. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ സിമ്പിൾ ക്യൂബിക്കിൽ നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി വന്നത് π/6 ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം 0.52 ആണ്. എന്ന് പറഞ്ഞാൽ 52%. ഈ വാല്യൂ നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ചോദിക്കാൻ ചിലപ്പോൾ വോള്യം ഒക്യുപ്പൈഡിന്റെ പെർസെൻറ്റേജ് ആണ് ഈ 52. അപ്പോൾ വാക്കന്റ് എത്രയാവും? 48 ആവും. അപ്പോൾ വാക്കന്റ് ചോദിച്ചു കഴിഞ്ഞാലും ഒക്യുപ്പൈഡ് ചോദിച്ചാലും രണ്ടും മാറാതെ പറഞ്ഞു കൊടുക്കണം. അടുത്ത് നമുക്ക് വന്നത് ബി സി സി ആണ്. ഈ ബി സി സിയിൽ നമുക്ക് പെർസെൻറ്റേജ് വന്നത് ഒക്യുപ്പൈഡ് അല്ലെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി വന്നത് √3 π/8 ആണ്. ഈക്വൽ ടു 0.68 എന്ന് വന്നു. അല്ലെങ്കിൽ 68% ആണ്. അടുത്തത് നമുക്ക് വന്നത് എഫ് സി സി ആണ്. എഫ് സി സിയിൽ പെർസെൻറ്റേജ് വരുന്നത് നമുക്ക് √2 π/3 ആണ്. ഈക്വൽ ടു 0.74 ആണ്.
ഈക്വൽ ടു 74% ആണ്. ഇതാണ് FCCയിൽ വന്നത് അല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ പാക്കിംഗ് എഫിഷ്യൻസി ഉള്ളത് FCC ആണ്. പക്ഷേ ഇതേ പെർസെൻറ്റേജ് തന്നെയാണ് ആർക്ക് വരിക എന്നറിയോ? പാക്കിംഗ് എഫിഷ്യൻസിന്റെ കാര്യത്തില് FCCയും HCPയും സെയിം ആണ്. ഇതേ പാക്കിംഗ് എഫിഷ്യൻസിയാണ് കിട്ടുക. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസിന്റെ കാര്യത്തിൽ സെയിം ആയത് ആരൊക്കെയാ? FCCയും പിന്നെ HCPയും. അപ്പോൾ നമുക്ക് സിമ്പിൾ ക്യൂബിക്കില് 52%, BCCയിൽ 68%, FCC അല്ലെങ്കിൽ HCPയിൽ കിട്ടുന്നത് 74% ആണ്. നമുക്ക് അറിയേണ്ടത് ഈ പാക്കിംഗ് എഫിഷ്യൻസികളൊന്ന്, റേഡിയസും എഡ്ജ് ലെങ്ത്തുകളും തമ്മിലുള്ള റിലേഷൻ ഒന്ന്, മറ്റൊന്ന് വേണ്ടത് ഫോർമുല രൂപീകരിക്കാനുള്ള ആ ടെക്നിക്കും നമുക്കറിയണം.